മക്കളെ എല്ലാവർക്കും നമസ്കാരം. രത്നവഴിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കണ്ടില്ലേ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓട്ടുമോരിൻ്റെ റെസിപ്പിയാണ്. ഓട്ടുമോരെന്ന് കേൾക്കുമ്പം ചിലർക്കെങ്കിലും തോന്നും എന്താണെന്ന്. നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാതെ മോര് കറി തയ്യാറാക്കുന്നതിനാണ് ഓട്ടുമോരെന്ന് പറയുന്നത്. വളരെ പുളി കുറഞ്ഞിട്ടുള്ള മോര് വെച്ചാണ് നമ്മൾ ഈ ഓട്ടുമോര് തയ്യാറാക്കുന്നത്. നല്ല കട്ടി തൈര്. അപ്പോൾ ഇത് ചോറ് കഴിക്കാൻ വളരെ രുചിയാണ്. വേറെ എന്തെങ്കിലും സൈഡ് ഡിഷ്, തോരനോ അവിയലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വളരെ രുചികരമായിട്ടുള്ള കറിയാണ്. കുറച്ച് ദിവസം നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ തേങ്ങ അരയ്ക്കാതെ തയ്യാറാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രുചികരമായിട്ടുള്ള ഈ കറി എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കാണാം മക്കളെ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഓട്ടുമോര് കാച്ചാനായിട്ട് വേണ്ടേ, ഇത് ഏകദേശം ഒരു 300 ഗ്രാമോളം കട്ട തൈരാണ്. ഇത് നമ്മളിവിടെ ഉറവൊഴിച്ചതാണ്. പുളി കുറവുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മൾ ഉറവൊഴിച്ച് വെച്ചാൽ അതിനധികം പുളി കാണത്തില്ല. അപ്പോൾ പുളി കുറവുള്ളതാണ്. നമ്മൾ ആവശ്യത്തിന് പുളിയുണ്ട് ഓട്ടുമോര് കാച്ചാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ വലിയ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി ചെറിയ ഉള്ളി, പിന്നെ ഒരു 4 എരിവുള്ള പച്ചമുളക്, എരിവുള്ള 4 3 നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ ഒരു 3-4-5 പിന്നെ വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചേരുവകൾ. നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ കടുക് താളിക്കാനാണ്. ഇത് നമ്മൾ ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് ചേർക്കും. എങ്കിലേ ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങി ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാൻ നമ്മൾ ജീരകം, പൊടിച്ച ജീരകം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉലുവാപ്പൊടി എടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയോ ഉലുവായോ ചേർക്കാം കേട്ടോ. ഉലുവാപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉലുവായോ ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കായവും ചേർക്കുന്നുണ്ട്. പിന്നെ കടുക് താളിക്കാനുള്ള നമുക്കിനി നമ്മുടെ ഈ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മോര് നമ്മുടെ മിക്സിയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, നല്ല കട്ട തൈരായി കണ്ടോ. നമ്മളിതൊന്ന് അടിച്ചെടുക്കണം. കട്ടയായിട്ടിരിക്കുമല്ലേ. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഒരു 300 ഗ്രാം ഉണ്ട് നമ്മുടെ ഈ തൈര്. അപ്പോൾ ഇതിലേക്കൊരു 150 ഗ്രാം കണക്കാക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിത് അടിച്ച് കറി തയ്യാറാക്കുമ്പോൾ ഇതിനകത്ത് ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കാൻ നിന്നാൽ ചിലപ്പം കുറച്ച് സമയം തെറ്റിപ്പോയെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അങ്ങ് അടിച്ചെടുക്കുന്നത്. വെള്ളം കൊടുക്കാം. അപ്പോൾ ഇത്രയായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ് എടുക്കാൻ പോകുന്ന സമയത്തിന് ചിലപ്പോൾ നമ്മുടെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് പിരിയും. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കണക്കാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിന് പുളിയുള്ള മോരാണ്, എങ്കിലും അധികം പുളി ആവരുതല്ലോ. നമ്മൾ ഊട്ടുപോലെ നല്ല പുളിയുള്ളതാണ് നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. കാരണം അന്നേരം പുളി അറിയത്തില്ല. അപ്പം ഊട്ടുമോര് കാച്ചുമ്പം അങ്ങ് നമ്മൾ കറി വെക്കുന്ന പിന്നെ മോരിൻ്റെ അത്രയും പുളി വേണ്ട. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരട്ടെ. മക്കളെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ഈ അടിച്ചു കൊണ്ടുവന്ന മോര് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മിക്സി കഴുകി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കറി മതി നമുക്ക് കേട്ടോ. കറി തയ്യാറാക്കാനായിട്ട് ഇനി നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ പ്രത്യേകമാണ് ഇത് ചതയ്ക്കുന്നത് കേട്ടോ. ഇതിന് രണ്ടിനും രണ്ടാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ടങ്ങ് ചതച്ചെടുക്കാം. ചതച്ചെങ്കിലേ എല്ലാവർക്കും അറിയാം ഈ കറി വെക്കാൻ കേട്ടോ. അറിയാൻ പാടില്ലാത്തവർക്കാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ ഇതിന് ചതച്ച് കോരിയെടുത്തു നമ്മൾ. അതിനുശേഷം നമുക്ക് പച്ചമുളക് കൂടെ ഒന്ന് ചതയ്ക്കാം. ഞാനിപ്പോൾ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി എരിവായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും, ഇവിടെ കുഞ്ഞുങ്ങളില്ല എങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അതനുസരിച്ചുള്ള പച്ചമുളക് നമ്മൾ
ചേർത്താൽ മതി. ചതയ്ക്കുമ്പോഴാണ് അതിൻ്റെ എരിവൊക്കെ ഇറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അതും ഇങ്ങെടുത്തു ചതച്ച് തയ്യാറാക്കാനായിട്ട് നമ്മുടെ മൺചട്ടി അടുപ്പയിൽ വെച്ചു. അപ്പം നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി. നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, അത് മതി കേട്ടോ, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ടു. 1 ടീസ്പൂൺ കടുക്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കും. ഇഞ്ചിക്ക് ഇച്ചിരി മൂപ്പുണ്ട്, നമ്മൾ ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കും. അപ്പം ഇഞ്ചി മൂത്തിട്ടുണ്ട്. ഇഞ്ചി കടിക്കുമ്പോൾ നമുക്ക് പച്ച ചുവയ്ക്കരുത്, അതിനാണ് ഇത്രയും മൂപ്പിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് നല്ല മണമൊക്കെ വരണം, നല്ല ക്രിസ്പി ആയിട്ട് മൂക്കണം, നല്ല ബ്രൗൺ കളറാവണം. എങ്കിലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ അത് മൂക്കട്ട് ഉടക്കിടുന്നേ. നമുക്കിനിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വെന്തലുത്ത് നാരാവും, അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇടുന്നത്. പച്ചമുളക് മൂക്കട്ടെ. മൂത്തതിനകത്ത് കിടക്കുമ്പോൾ വെന്ത് കിടക്കുമ്പോൾ നമുക്ക് എടുത്തൊന്ന് ഞെരടി ചോറിനകത്ത് ഞെരടി ചേർത്ത് കഴിക്കാൻ നമ്മുടെ വറ്റൽമുളകും ഈ പച്ചമുളകും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കിടന്നൊന്ന് മൂക്കട്ടെ. ഞാൻ ഗ്യാസ് സിമ്മാക്കി വെക്കുവാണ്. ഈ നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് പുക ആവും കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് നമ്മുടെ പച്ചമുളകും ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ. നമ്മുടെ പച്ചമുളകും നന്നായിട്ട് ഇത് കണ്ടില്ലേ, ഇതേ രീതിയിൽ മൂത്തു. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ ഇതെല്ലാം മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ വറ്റൽമുളക് ഒന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് വറ്റൽമുളക്. അപ്പം വറ്റൽമുളക് ഇട്ടു. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇടാം കേട്ടോ. ഇനി നമ്മുടെ ഇതെല്ലാം മൂത്തിട്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ കായം, ഇത് മൂക്കണമല്ലോ ഒന്ന്, 1/2 ടീസ്പൂൺ കായമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ജീരകവും മൂക്കണമല്ലോ, പച്ചയാണല്ലോ ജീരകം. ഇപ്പോൾ ഒരു 1/4 സ്പൂൺ ജീരകം മതി, പൊടിച്ച ജീരകം. അപ്പോൾ ഇതൊന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് ഒരു നുള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയാണ് കേട്ടോ, മുളകിൻ്റെ കളറൊന്ന് കിട്ടാൻ വേണ്ടിയാണേ. അപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതാ. അപ്പോൾ മുളക് പൊടി ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ നമ്മുടെ മോര് ചേർത്ത് കൊടുക്കുവാണ്. ഉലുവ വറുത്ത് പൊടിച്ചാണ് നമ്മൾ, ഉലുവ ഇപ്പം ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കൈ വിടാതെ നമ്മൾ സിമ്മാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് ഈ പാത്രം കഴിയാൻ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. നല്ല കട്ടിയുള്ള മോരാണ്. ഞാൻ ഗ്യാസ് സിമ്മാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളച്ച് പോയാൽ, കൈ വിട്ട് പോയാൽ പണി കിട്ടും. ഇതങ്ങ് പിരിഞ്ഞു പോകും മക്കളെ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് തിളയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ഹൈ ഫ്ലെയിം ആക്കുന്നതിന് മുമ്പേ നമ്മൾ ഉലുവാപ്പൊടി ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി കൂടുതൽ ചേർത്താൽ കഴിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് തിളയ്ക്കണം ഇത് കേട്ടോ. നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിയാൽ മതി. ഈ സമയത്തിന് ഉപ്പൂടെ നോക്കട്ടെ. ഒരു 1/4 സ്പൂൺ ഉപ്പൂടെ ചേർക്കാം. അപ്പം നമുക്കിനിയും ഹൈ ഫ്ലെയിം വെച്ച് കൈവിടാതെ ഇളക്കാം. അങ്ങ് കുത്തി തിളക്കരുത്. കുത്തി തിളച്ച് പോയാൽ ഇത് പിരിയും. പിന്നെ നമുക്ക് പണി കിട്ടും. നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് കാണത്തില്ല. ഉന്തും വെള്ളവും പോലെ പിരിഞ്ഞ് കിടക്കുമല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. നമുക്കിനി ഇത് ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചും ഒക്കെ വന്ന് നല്ലൊരു കളറായി വരും. നമ്മുടെ ഇതിനകത്ത് വറവ് ചേർത്തെല്ലാം ഇതിനകത്ത് പൊങ്ങി വരണം. തിളച്ചിട്ടുണ്ട്. ഗ്യാസിനെ ഓഫ് ചെയ്യുവാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടില്ലേ. നമ്മുടെ ഈ ചേരുവകളെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്.
ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പിരിയും. അപ്പം നമ്മളിങ്ങനെ ഒരു 2-3 മിനിറ്റ്, ഒരു മിനിറ്റ് 2 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയില്ലെങ്കിൽ ഇത് പിരിയും. അപ്പോൾ ഇതിൻ്റെ ഈ രീതിയിൽ അങ്ങ് മാറ്റം വരുമ്പോൾ നമുക്ക് കറി വളരെ മോശമായിട്ടിരിക്കും കേട്ടോ. മോശമാണെന്നല്ലാതെ കൂട്ടാനും ടേസ്റ്റ് കാണത്തില്ല, കുന്തം പൊള്ളും. അപ്പം മക്കളെ, നമ്മുടെ ഓട്ടുമോര് ഇവിടെ റെഡിയായി. കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ ഇതങ്ങ് കുറുകും ഒന്നുകൂടെ കേട്ടോ. നല്ല കുറുകിയ ഒരു ഓട്ടുമോരാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ ഇതേ രീതിയിൽ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.